ഗുജറാത്തിലെ ജാംനഗറിൽ സ്ഥിതി ചെയ്യുന്ന ലോകോത്തര നിലവാരത്തിലുള്ള വന്യമൃഗ സംരക്ഷണ ചികിത്സാ കേന്ദ്രമാണ് റിലയൻസ് ഫൗണ്ടേഷൻ നേതൃത്വം നൽകുന്ന വൻതാര. ഇന്ത്യയിലും വിദേശത്തുമുള്ള പരിക്കേറ്റ അപൂർവമായ വന്യജീവികൾക്കായി പ്രവർത്തിക്കുന്ന ആശ്രയ കേന്ദ്രമാണിത്. അനന്ത് അംബാനിയുടെ നേതൃത്വത്തിൽ മുന്നോട്ടു പോകുന്ന ഈ സ്ഥാപനത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾക്ക് പിന്നിൽ ഉരുത്തിരിയുന്നത് കോടികളുടെ കാർബൺ സാമ്രാജ്യം കൂടിയാണ്. ഫാക്ടറികളും എയർലൈനുകളും റിഫൈനറികളും മറ്റും പ്രവർത്തിക്കുമ്പോൾ ഒരു പരിധിവരെ മാത്രമേ കാർബൺ എമിഷൻ മൂലമുള്ള മലിനീകരണം ഉണ്ടാകാവൂ എന്നാണ് നിയമം. അതിനപ്പുറം വായുമലിനീകരണം ഉണ്ടാകുകയാണെങ്കിൽ സംഭവിക്കുന്ന വായു ശോഷണത്തിന് ആനുപാതികമായി പിഴയടയ്ക്കണം. ഇവിടെയാണ് അനന്ത് അംബാനിയുടെ വൻതാരയുടെ പ്രസക്തി. 3000 ഏക്കറിലേറെ വ്യാപിച്ചു കിടക്കുന്ന മരങ്ങൾ, തടാകങ്ങൾ, പച്ചപ്പുകൾ എന്നിവയുടെ ആകെ തുകയാണ് വൻതാര. ഇവ ഓരോന്നും വിനിമയയോഗ്യമായ കാർബൺ ക്രെഡിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നു. റിലയൻസ് ഫൗണ്ടേഷൻ വെച്ചുപിടിപ്പിച്ചിരിക്കുന്ന കാർഡുകൾ കാർബൺ ക്രെഡിറ്റിലൂടെ പണം സമ്പാദിക്കും. 270 ലക്ഷം കോടി രൂപയുടെ കാർബൺ ക്രെഡിറ്റ് മാർക്കറ്റാണ് ഇന്ത്യക്കുള്ളത്. നിലവിൽ ഈ വിപണിയുടെ അമരത്തുള്ളത് അനന്ത് അംബാനിയാണ്. ഇനി പറയൂ, കേവലം വന്യജീവി സ്നേഹവും കരുതലും മാത്രമാണോ റിലയൻസ് ഫൗണ്ടേഷന്റെ വൻതാര?